ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മീനിൻ്റെ തല വെച്ചിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. മീനിൻ്റെ തല എന്ന് പറയുമ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സ്രാവിൻ്റെ തല വെച്ചിട്ടാണ് കറി തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തലയുണ്ട്. 1 കിലോ മീനിൻ്റെ തല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സൈഡിലേക്ക് വെക്കാം. ഞാൻ വേറൊരു പാത്രത്തിൽ 4 അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കഷ്ണാക്കി എടുത്തതാണ്. ഒരു ചെറിയൊരു കുടംപുളിയുടെ ഫുൾ എടുത്തിട്ടുണ്ട്. വലിയ കുടംപുളിയാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പുളി നല്ല രീതിയിലൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുളി പെട്ടെന്ന് തന്നെ ഇറങ്ങി കിട്ടിക്കോളും. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. അതൊരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 തക്കാളി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതല്ല കാശ്മീരി മുളക് പൊടി മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നല്ല രീതിയിൽ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടാനൊക്കെ ഈസി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നതാണ്. ഇനി അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 4 പച്ചമുളകൊക്കെ എടുത്താൽ മതിയാവും. ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. തക്കാളിയുടെ മുളക് പൊടിയൊക്കെ പച്ചമണമൊക്കെ മാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് വറ്റി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുടംപുളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വറ്റിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തക്കാളിയുടെ ഒക്കെ പച്ച ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വറ്റിച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവി എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്താകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തോളും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ തല കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഹൈ ഫ്ലെയിമിൽ വെക്കണേ. പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് വേണം. അപ്പോൾ ഒരു 1/4 ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ മീൻ പോലെ പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടില്ല. മീനിൻ്റെ തലയാണല്ലോ. അപ്പോൾ ഇത് സ്രാവിൻ്റെ തലയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പം നമ്മളിതുപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിന് മുകൾ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതുള്ളൂ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനിൻ്റെ തല വറ്റിച്ചത് തന്നെയാണിത്. അപ്പോൾ അതപ്പം തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്